Hello everyone, welcome back to the channel. Plus 2 Mathematics Revision Series ക്ലാസ്സുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. ഇന്നും റിവിഷൻ ടോപ്പിക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ HSC VHSC മാത്തമാറ്റിക്സ് മാർച്ച് 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ആറാമത്തെ ക്വസ്റ്റ്യൻ, അതായത് വെക്ടേഴ്സിൻ്റെ സെക്ഷനിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ ദ വെക്ടേഴ്സ് വെക്ടർ A ഈക്വൽ ടു I plus 2j plus 3k, vector b equal to 3i plus 2j plus k. Find vector a dot vector b. Second question, find the angle between vector a and vector b. Okay, രണ്ട് വെക്ടേഴ്സ് നമുക്ക് തന്നേക്കുവാണ്. എ ബി എന്നുള്ള രണ്ട് വെക്ടേഴ്സ് തന്നേക്കുവാണ്. അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കാണണം. അതുപോലെ തന്നെ ആ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ, കോൺ അളവ് കാണുകയും ചെയ്യണം. നമ്മൾ രണ്ട് ഇക്വേഷനും നമ്മൾ പഠിച്ചിട്ടുള്ളത്. എ ഡോട്ട് ബി കാണാനുള്ളതും പഠിച്ചിട്ടുള്ളതാണ്. ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് കാണാൻ, കോസ് തീറ്റ കാണാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം അല്ലേ. നോക്കി, ആദ്യത്തെ ക്വസ്റ്റ്യൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പം മൊത്തം 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ സെക്ഷനിൽ ചോദിച്ചേക്കുന്നത്. നോക്കി, എ ഡോട്ട് ബി കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ ആദ്യം എ ഡോട്ട് ബിയിൽ നമ്മുടെ രണ്ട് വെക്ടേഴ്സ് തന്നിരിക്കുന്ന രണ്ട് വെക്ടേഴ്സ്, എ എന്നുള്ള വെക്ടറും ബി എന്നുള്ള വെക്ടറും എടുത്ത് എഴുതുവാണേ. അപ്പോൾ വെക്ടർ എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വെക്ടർ എ ഈക്വൽ ടു ഐ പ്ലസ് 2j പ്ലസ് 3k ആൻഡ് വെക്ടർ ബി ഈക്വൽ ടു 3i പ്ലസ് 2j പ്ലസ് k. ഓക്കെ, ഇനി എ ഡോട്ട് ബി ആണ് നമ്മളോട് ആദ്യം കാണാൻ പറഞ്ഞേക്കുന്നത്. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. എങ്ങനെയാണ് രണ്ട് വെക്ടേഴ്സ് നമുക്ക് തന്നാൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കാണുന്നത്? രണ്ട് വെക്ടേഴ്സ് ഐ ജെ കെ കമ്പോണൻറ്റുകളുടെ രീതിയിൽ നമുക്കൊരു വെക്ടർ തന്നേക്കുവാണ്, രണ്ട് വെക്ടേഴ്സ് തന്നേക്കുവാണ്. അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കാണാൻ എന്ത് ചെയ്യണം? ഐ കമ്പോണൻറ്റിൻ്റെ കോയിഫിഷ്യൻ്റ് നോക്കുക, ഐ കമ്പോണൻറ്റിൻ്റെ കോയിഫിഷ്യൻ്റ് നോക്കുക, അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക. അതുപോലെ ജെ കമ്പോണൻറ്റിൻ്റെ കോയിഫിഷ്യൻ്റ് നോക്കുക, അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക. അതുപോലെ കെ കമ്പോണൻറ്റിൻ്റെ കോയിഫിഷ്യൻ്റ് നോക്കുക, അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ സം ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് എ ഡോട്ട് ബി കാണുന്നത്. ഇവിടെ ഐ കമ്പോണൻറ്റിൻ്റെ ഐ ക്യാപ്പിൻ്റെ കോയിഫിഷ്യൻ്റ് ഏതൊക്കെയാണ്? ഇവിടെ ഐ ക്യാപ്പിൻ്റെ കൂടെ ഉള്ള നമ്പർ എന്താണ്? 1 ഇൻറ്റു ഐ എന്നാണ് നമ്മൾ എഴുതുക അല്ലേ. അപ്പോൾ ഇവിടെ 1. അപ്പോൾ 1 ഇൻറ്റു, ഇവിടെ ഐയുടെ കോയിഫിഷ്യൻ്റ് ഏതാണ്? 3 ആണ്. അപ്പോൾ 1 ഇൻറ്റു 3. ഓക്കെ, പ്ലസ് ഇനി ജെയുടെ കോയിഫിഷ്യൻ്റ് ഏതാണ്? 2. അപ്പോൾ 2 ഇൻറ്റു, ഇവിടെ ജെയുടെ കോയിഫിഷ്യൻ്റ് ഏതാണ്? 2. അപ്പോൾ 2 ഇൻറ്റു 2 പ്ലസ് ഇവിടെ കെയുടെ കോയിഫിഷ്യൻ്റ് ഏതാണ്? 3. അപ്പോൾ 3 ഇൻറ്റു, ഇവിടെ കെയുടെ കോയിഫിഷ്യൻ്റ് 1. അപ്പോൾ 3 ഇൻറ്റു 1. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ 3 ഇൻറ്റു 1 3 പ്ലസ് 2 ഇൻറ്റു 2 4 പ്ലസ് 3 ഇൻറ്റു 1 3. എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കി, 3 3 6 4 10. ഓക്കെ, അപ്പോൾ നമ്മുടെ എ ഡോട്ട് ബിയുടെ വാല്യൂ എത്ര കിട്ടി? ഡോട്ട് പ്രോഡക്റ്റിൻ്റെ വാല്യൂ എത്ര കിട്ടി? 10 എന്ന് കിട്ടി. അടുത്തത് എന്താ കാണാൻ പറഞ്ഞത്? ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് ആണ് കാണാൻ പറഞ്ഞേക്കുന്നത് അല്ലേ. കോസ് തീറ്റ. ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് നമ്മൾ ഏതിൻ്റെ ടൈംസിലാണ് കണ്ടുപിടിച്ചത്? കോസിൻ്റെ ടൈംസിലാണ്. കോസ് തീറ്റ എന്നുള്ള രീതിയിലാണ് ഇക്വേഷൻ പഠിച്ചത്. എന്തായിരുന്നു? ഈ ഡോട്ട് പ്രോഡക്റ്റ് വെച്ച് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി അല്ലേ. കോസ് തീറ്റ ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി. ഇതല്ല ഇക്വേഷൻ പഠിച്ചത്. രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ആ ഓരോ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ പ്രോഡക്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എ ഡോട്ട് ബി ഇപ്പോൾ തൊട്ട് മുമ്പേ നമുക്ക് കിട്ടി. എന്താണ് എ ഡോട്ട് ബിയുടെ വാല്യൂ? 10 അല്ലേ. ഡിനോമിനേറ്ററിലോ മോഡ് എ വേണം, മോഡ് ബി വേണം. അപ്പോൾ മോഡ് എയും മോഡ് ബിയും കാണണം. അതായത് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. വെക്ടർ എ എന്തായിരുന്നു? ഐ പ്ലസ് 2j പ്ലസ് 3k. അതിൻ്റെ മോഡ് വാല്യൂ എങ്ങനെയാണ് കാണുന്നത്? മോഡുലസ് ഓഫ് ദിസ് വെക്ടർ ഈസ് സ്ക്വയർ റൂട്ടിനകത്ത് ഓരോ കമ്പോണൻറ്റുകളുടെയും കോഎഫിഷ്യൻ്റ് എടുക്കുക, അതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം കാണുക, അതിന് റൂട്ടിനകത്ത് എഴുതുക. ഇവിടെ ഐയുടെ കോഎഫിഷ്യൻ്റ് 1, 1ൻ്റെ സ്ക്വയർ പ്ലസ് ഇവിടെ ജെയുടെ കോഎഫിഷ്യൻ്റ് 2, 2ൻ്റെ സ്ക്വയർ പ്ലസ് ഇവിടെ കെയുടെ കോഎഫിഷ്യൻ്റ് 3, 3യുടെ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 3യുടെ സ്ക്വയർ 9. ഇപ്പോൾ റൂട്ടിനകത്ത് എത്ര വരും? 9 1 10 10 4 14 വരും. റൂട്ട് 14 വരും. ഓക്കെ, അടുത്തത് വെക്ടർ ബി എന്തായിരുന്നു? വെക്ടർ ബി നമുക്ക് തന്നിരുന്നത് 3i പ്ലസ് 2j പ്ലസ് k ആണ് തന്നിരുന്നത് അല്ലേ. അപ്പോൾ മോഡുലസ് ഓഫ് വെക്ടർ ബി എന്താണ്? സ്ക്വയർ റൂട്ടിനകത്ത് ഇതുപോലെ തന്നെ ഐയുടെ കോഎഫിഷ്യൻ്റ്
അതിൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കോഫിഷ്യൻ്റ് അതിൻ്റെ സ്ക്വയർ പ്ലസ് കെയുടെ കോഫിഷ്യൻ്റ് അതിൻ്റെ സ്ക്വയറും കാണും. ഐയുടെ കോഫിഷ്യൻ്റ് 3, അപ്പോൾ 3ൻ്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കോഫിഷ്യൻ്റ് 2, 2ൻ്റെ സ്ക്വയർ പ്ലസ് കെയുടെ കോഫിഷ്യൻ്റ് 1, അപ്പോൾ 1ൻ്റെ സ്ക്വയർ. ഓക്കെ, ദെൻ സ്ക്വയർ റൂട്ടിനകത്ത് 3യുടെ സ്ക്വയർ 9 പ്ലസ് 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 1ൻ്റെ സ്ക്വയർ 1. ഇതും എന്ത് തന്നെ കിട്ടി? √14 തന്നെ കിട്ടി. ഓക്കെ, ഇതും √14 കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. കോസ് തീറ്റ ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കോസ് തീറ്റ ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി അതെന്തായിരുന്നു? 10 ആയിരുന്നു. ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ √14 ആയിരുന്നു. അത് ഇൻറ്റു രണ്ടാമത്തെ മോഡുലസ് ഓഫ് വെക്ടർ ബി √14 അഗെയിൻ അല്ലേ. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 2 റൂട്ട് ഒരേ വാല്യൂ തന്നെ 2 റൂട്ടായിട്ട് മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ അർത്ഥം എന്താ? റൂട്ട് പോയി ആ വാല്യൂവിനെ തന്നെ എഴുതാം അല്ലേ. 10/14 വരും. 10/14 വീണ്ടും നമുക്ക് കട്ട് ചെയ്യാലോ. 10നെ 2 × 5 എന്ന് എഴുതാം. ഇനി ഇതിനെ 2 × 7 എന്ന് എഴുതാം അല്ലേ. 14നെ 2 × 7 എന്ന് എഴുതാം. 2 ക്യാൻസൽ ചെയ്ത് കളയാലോ. ബാക്കി വരുന്നത് എന്താണ്? 5/7. ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 2 ഉണ്ടായിരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞ് 5/7 എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ഇത് എന്ത് വാല്യൂ ആണ്? കോസ് തീറ്റയാണ് ഈ 5/7 എന്ന് പറഞ്ഞത്. നമുക്ക് എന്താ വേണ്ടത്? ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് ആണ്. ആംഗിൾ എന്ന് തീറ്റ. അപ്പോൾ തീറ്റ എങ്ങനെ എഴുതണം? കോസ് ഇൻവേഴ്സ് ഓഫ് 5/7. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പഠിച്ച കോസ് തീറ്റ ഈക്വൽ ടു 5/7 ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു എന്തെഴുതണം? കോസ് ഇൻവേഴ്സ് ഓഫ് ഈ വാല്യൂ എഴുതണം. ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ദ ഗിവൺ 2 വെക്ടേഴ്സ്. ഓക്കെ, തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 5/7. ഓക്കെ, ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. ഏതെങ്കിലും പ്രത്യേക ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.